DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 9 ചൊവ്വ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, UPI ഇടപാടുകളുടെ പരിധി ഉയർത്തിയിരിക്കുകയാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ എളുപ്പത്തിലാക്കുന്നതിനായാണ് ഈ മാറ്റം. 15-ാം തീയതി മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. പുതിയ പരിധി അനുസരിച്ച് തിരഞ്ഞെടുത്ത വ്യാപാരികൾക്ക് ഒരു ദിവസം 10 ലക്ഷം രൂപ വരെ UPI വഴി കൈകാര്യം ചെയ്യാം. വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകളുടെ പരിധി 1 ലക്ഷമായി തുടരും. ബാങ്കുകൾക്ക് അവരുടെ റിസ്ക് മാനേജ്മെൻറ്റ് നയങ്ങളനുസരിച്ച് കുറഞ്ഞ പരിധി നിശ്ചയിക്കാം. മൂലധന വിപണിയിലെ നിക്ഷേപങ്ങൾക്കും ഇൻഷുറൻസ് പ്രീമിയം അടക്കുന്നതിനും ഓരോ ഇടപാടിനുമുള്ള പരിധി 2 ലക്ഷമായിരുന്നത് 5 ലക്ഷമാക്കി ഉയർത്തി. ഒരു ദിവസം പരമാവധി 10 ലക്ഷം രൂപ വരെ ഇടപാട് നടത്താം. സർക്കാർ മാർക്കറ്റ് പ്ലേസ് ഇടപാടുകൾ, നികുതി അടയ്ക്കൽ തുടങ്ങിയവയുടെ പരിധി ഓരോ ഇടപാടിനും 1 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യാത്രാ ടിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ഇടപാടുകളുടെ പരിധി 1 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട്. ഒരു ദിവസം 10 ലക്ഷം രൂപ വരെ ഇടപാട് നടത്താം. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ ഓരോ ഇടപാടിനും 5 ലക്ഷം രൂപ വരെ അടക്കാം. പ്രതിദിന പരിധി 6 ലക്ഷമാണ്. വായ്പാ തിരിച്ചടവ്, EMI എന്നിവയ്ക്ക് ഓരോ ഇടപാടിനും 5 ലക്ഷം രൂപ വരെയും പ്രതിദിന പരിധി 10 ലക്ഷം വരെയും ആയിരിക്കും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള ഇടപാട് പരിധി 1 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷമായും പ്രതിദിന പരിധി 6 ലക്ഷമായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇവയൊക്കെയാണ് UPI പരിധിയിലെ പ്രധാന മാറ്റങ്ങൾ. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് വായ്പ എടുത്ത് കൃഷി ചെയ്യുന്ന 17 ലക്ഷം കർഷകരിൽ 57,521 പേർക്ക് മാത്രമാണ് വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതെന്ന് റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ്. ബാങ്കുകളുടെ വീഴ്ച കാരണം 16.50 ലക്ഷത്തോളം കർഷകർ ഇൻഷുറൻസിൽ നിന്ന് പുറത്തായി. 2023 ഒക്ടോബർ മുതൽ 2024 മാർച്ച് വരെയുള്ള സംസ്ഥാനത്തെ വിള ഇൻഷുറൻസ് റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിൽ വിള ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായവർക്ക് മാത്രം ഈ കാലയളവിൽ 83 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകി. എന്നാൽ മുഴുവൻ കർഷകരുടെയും ഈ കാലയളവിലെ നഷ്ടം കണക്കാക്കുമ്പോൾ മൊത്തം നാശനഷ്ടം 1200 കോടിയോളം ഉണ്ടാകുമെന്നാണ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. 2023-24 സാമ്പത്തിക വർഷം കൊടും ചൂട് വിളകളെ ബാധിച്ചിട്ടുണ്ട്. 32 ഡിഗ്രിക്ക് മുകളിൽ ചൂടുയർന്ന സ്ഥലത്താണ് ഇൻഷുറൻസ് നഷ്ടപരിഹാരം കണക്കാക്കിയിട്ടുള്ളത്. നെല്ലിനാണ് വിളനാശം കൂടുതലുണ്ടായത്. 79.26 കോടി രൂപയാണ് നെല്ലിന്റെ നാശത്തിന് മാത്രം നഷ്ടപരിഹാരമായി നൽകിയത്. അടുത്തറിയിപ്പ്, റബ്ബർ ആവർത്തന കൃഷിക്ക് റബ്ബർ ബോർഡ് സബ്സിഡി പുനരാരംഭിച്ചിരിക്കുകയാണ്. 2017 സബ്സിഡി നൽകുന്നത് നിർത്തിയിരുന്നു. പിന്നീട് ചില വർഷങ്ങളിൽ അപേക്ഷ ക്ഷണിച്ചെങ്കിലും ആനുകൂല്യം ലഭിച്ചിരുന്നില്ല. തോട്ടത്തിലെ പ്രായമായ റബ്ബർ മരങ്ങൾ മുറിച്ച് കൂടത്തൈ നടാൻ ഹെക്ടറിന് 40,000 രൂപ ഈ വർഷം ലഭിക്കും. കേന്ദ്ര സർക്കാരിന്റെ സർവീസ് പ്ലസ് പോർട്ടൽ മുഖേന ഒക്ടോബർ 31 വരെ കർഷകർ സ്വയം അപേക്ഷ നൽകണമെന്ന് റബ്ബർ ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചിരിക്കുകയാണ്. ആവശ്യമായ രേഖകൾ ബോർഡ് ഫീൽഡ് ഓഫീസർമാരെ കാണിച്ച് തെറ്റില്ലെന്ന് ഉറപ്പുവരുത്തി അപ്ലോഡ് ചെയ്യുന്നതാണ് നല്ലത്. റബ്ബർ ബോർഡ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റബ്ബർ കൃഷിക്ക് ഹെക്ടറിന് 1.5 ലക്ഷം രൂപയാണ് സബ്സിഡി നൽകുന്നത്. കേരളത്തിൽ ഇത് 40,000 രൂപ മാത്രമാണ്. അടുത്തറിയിപ്പ്, സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ്. പവന്റെ വില 80,000 കടന്നിരിക്കുകയാണ്. 80,880 രൂപയാണ് ഇന്നത്തെ ഒരു പവന്റെ വില. ഒരൊറ്റ ദിവസം കൊണ്ട് 1000 രൂപയാണ് കൂടിയത്. ഗ്രാമിന്റെ വില 10,000 പിന്നിട്ട് 10,110 രൂപയായി. 9,985 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം ഗ്രാമിന്റെ വില. ഈ രീതിയിൽ സ്വർണ്ണവില കുതിക്കുകയാണെങ്കിൽ അധികം വൈകാതെ 90,000-ലേക്കും 1 ലക്ഷത്തിലേക്കും എത്താൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിങ്ങിന് കേവലം ഇനി ഒരു ദിവസം മാത്രമാണുള്ളത്. സെപ്റ്റംബർ 10 വരെയാണ് സർക്കാർ അവസാന തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. അതിനാൽ പെൻഷൻ മസ്റ്ററിംഗ് ഇനിയും ചെയ്യാത്തവർ വേഗം അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ തുക നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഈ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. അതിനാൽ എല്ലാവരും ഇക്കാര്യം കൂടി ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.